ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു വിഭവമാണ്. അതിനായിട്ട് ഞാൻ ഒരു 5 പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പഴമാണ്. നല്ല പഴുത്ത പഴം എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾക്ക് അതിൻ്റെ പുറന്തോടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇനി അല്ല എങ്കിൽ നമ്മൾക്ക് ഇതൊന്ന് ഏത്തപ്പഴം ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങി എടുത്തതിന് ശേഷം ഉടച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഏത്തപ്പഴം കൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാം അല്ലേ? പഴംപൊരി, അതുപോലെ കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ പല വിഭവങ്ങളും ഏത്തപ്പഴം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിലൊരു വെറൈറ്റിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി ഞാനൊരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടറോ നെയ്യോ എന്ത് വേണേലും ഇട്ട് കൊടുക്കുക. ഇനി കൂടുതൽ ബട്ടർ വേണമെങ്കിൽ അത്രയും ഇട്ട് കൊടുക്കാം. കൂടുതൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് കൂടുന്തോറും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ ഏത്തപ്പഴം അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം, ഒന്ന് വരട്ടിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചൂട് ക്രമീകരിച്ച് വയ്ക്കേണ്ടത്. ഇപ്പം നന്നായിട്ട് ഉടഞ്ഞു ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളുടെ ചെറിയ തീയിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് ആ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളുടെ ഏത്തപ്പഴം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത്. ഈ ഒരു സമയം കറണ്ട് പോയി, അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടി ആ ഏത്തപ്പഴത്തിലുള്ള വെള്ളമൊക്കെ വറ്റി നെയ്യിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് മൂത്തുമൊക്കെ വന്നിട്ടുണ്ട് നമ്മളുടെ ഏത്തപ്പഴത്തിൻ്റെ കൂട്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ അതിൽ ഒരു 1/4 കപ്പോളം റവ ഇട്ട് കൊടുത്തു. പാനിൽ നമ്മൾ നെയ്യിൽ നമ്മൾ ഏത്തപ്പഴം വരട്ടിയെടുത്തത് കൊണ്ട് നെയ്യുടെ ഒരു അംശമൊക്കെ നമ്മളുടെ പാനിലുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നെയ്യ് ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി ബട്ടറും നെയ്യൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ലാത്തവർ 1 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഈ റവയും അതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. വറുത്ത റവയാണെങ്കിൽ പോലും നമ്മൾക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ വറുത്ത റവ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ പാനിലുള്ള നെയ്യിൽ കിടന്ന് ഒന്നത് റോസ്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു സമയം ഒരു 1/4 കപ്പോളം പാല് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നോർമൽ പാല് ഒഴിച്ചു കൊടുത്തു. ഇനി അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്ക് ഒന്ന് ഇളക്കി നമ്മളുടെ റവയൊക്കെ ആ പാലിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം. കുറച്ച് നെയ്യും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ നെയ്യ് ഇട്ടിട്ടില്ല. ഇപ്പോൾ ആ പാലൊക്കെ വറ്റി നമ്മളുടെ റവ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ ഏത്തപ്പഴത്തിൻ്റെ ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ റവയും ആ പഴത്തിൻ്റെ മിക്സും കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇളക്കി രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ നമ്മൾ പാൻ ഓഫ് ചെയ്തിട്ടില്ല, ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല. ആ ചൂടിലിരുന്ന് തന്നെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. അപ്പം ഞാൻ നന്നായിട്ട് നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ഏത്തപ്പഴം, അതുപോലെ തന്നെ റവയും
പാലും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. അതവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മളുടെ മിശ്രിതമൊക്കെ തണുത്തിട്ടുണ്ട്. നമ്മളുടെ ഏത്തപ്പഴം, റവ, പാല് ഒക്കെ യോജിപ്പിച്ച് വെച്ചിരുന്ന നമ്മളുടെ ആ കൂട്ട് തണുത്തിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കയ്യിൽ കുറേശ്ശെ എടുത്ത് ഒന്ന് ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുളകളായി ഉരുട്ടിയതിന് ശേഷം നമ്മളുടെ കൈ കൊണ്ട് നമുക്കൊന്ന് അമർത്തി നമുക്കിഷ്ടമുള്ളൊരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വളരെ നല്ല ഒരു വിഭവമാണ്. ഇനി നല്ല മധുരമുള്ള ഏത്തപ്പഴമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മധുരമൊന്നും ചേർത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം ശർക്കര പാനിയോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ തന്നെ നല്ല മധുരമാണ്. ഈ ഒരു രീതിയിലാണ് ഞാനൊന്ന് ഷേപ്പാക്കി വയ്ക്കുന്നത്. ഏതെങ്കിലും ഷേപ്പിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റാണ് കേട്ടോ ഏത്തപ്പഴം. അതുപോലെ തന്നെ റവയും ഏത്തപ്പഴവും നെയ്യും അതുപോലെ തന്നെ പാലും ഒക്കെ കൂടി മിക്സായി കഴിയുമ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു വിഭവമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളുടെ വീട്ടിൽ നമ്മൾ പഴം മേടിക്കുമ്പോൾ അതൊക്കെ പഴകി പോകുമ്പോൾ അല്ലെങ്കിൽ കറുത്ത് പോകുന്ന സമയത്ത് നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് ഒരു പാൻ തന്നെ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം. ഞാൻ ഒഴിക്കുന്നില്ല. ഞാൻ നെയ്യിൽ മുക്കി ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ സ്നാക്സ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഓൾറെഡി എല്ലാം വെന്തതാണ്. റവയും വെന്തതാണ്, പാലിൽ കിടന്ന റവയും വെന്തതാണ്, അതുപോലെ തന്നെ ഏത്തപ്പഴവും വെന്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊന്ന് മുരിച്ചെടുത്താൽ മതി. നമ്മൾക്കൊന്ന് ജസ്റ്റ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ അതെല്ലാം നിരത്തി വെച്ചു മീഡിയം ഫ്ലെയിമിൽ വെച്ച്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളുടെ സ്നാക്സ് ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്